നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാറില്ല. അവർ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുമില്ല. ബർത്ത്ഡേ പാർട്ടികളിൽ നിന്നോ വിവാഹ ചടങ്ങുകളിൽ നിന്നോ ഉള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നുമില്ല. ആഘോഷങ്ങൾ, സന്തോഷവും സങ്കടവും ഒറ്റപ്പെടലും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയാൽ പ്ലേറ്റിലുള്ളത് ഫോണിൽ ക്യാമറയിൽ പകർത്തി 4 ആളെ കാണിച്ചാൽ മാത്രമേ ചിലർക്ക് ഭക്ഷണം ഇറങ്ങുകയുള്ളൂ. ലൈക്കുകളും ഫിൽറ്ററുകളും സെൽഫികളും കൊണ്ട് ഭ്രമിച്ചുപോയ ഒരു ലോകത്ത് ചില ആളുകൾ നിശബ്ദമായി അദൃശ്യരായി തുടരുന്നു. അവർ നമുക്കിടയിലും തന്നെയുണ്ട്. ഓരോ പോസ്റ്റും കാണുന്നുമുണ്ട്, വിലയിരുത്തുന്നതുമുണ്ട്, ആസ്വദിക്കുന്നുമുണ്ട്. പക്ഷേ അവരുടെ ജീവിതം പോസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അവർ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ ഒതുങ്ങിക്കഴിയുന്നത്? ലജ്ജാലുക്കളായ മനുഷ്യർ, ഇൻട്രോവേർട്ടുകൾ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളെയോ സങ്കടങ്ങളെയോ ഒരു ലൈക്ക് കൊണ്ടോ കമന്റ് കൊണ്ടോ പിന്തുണയ്ക്കാതെ സ്വാർത്ഥത എന്നൊക്കെ പലരും വിളിക്കുന്നുണ്ടാകാം. പക്ഷേ അതല്ല സത്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വീഡിയോ കാണുന്നവരിലും ഉണ്ടാകില്ലേ ഇങ്ങനെയുള്ളവർ? അവർ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളോ അപ്ഡേറ്റുകളോ പൊതു ആഘോഷങ്ങളോ പോസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിലർക്ക് നിശബ്ദത, സ്വകാര്യത അത് അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സ്വത്താണ്. ജീവിതത്തിലെ ചില വശങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അടുപ്പമുള്ളവരോട് മാത്രം പങ്കുവയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഫോട്ടോകൾ അപൂർവമായി പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധയേക്കാൾ സ്വകാര്യതയെ വിലമതിക്കുന്നു. മറ്റുള്ളവർ അവരുടെ ജീവിതം കാണണമെന്നല്ല, സ്വയം അതിരുകൾ നിശ്ചയിക്കുകയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നു. അവരത് ചെയ്യുന്നത് രഹസ്യമായോ സാമൂഹ്യ വിരുദ്ധമായോ ജീവിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവരുടെ മാനസിക ഇടം സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിലെ തീരുമാനങ്ങളും മാറ്റങ്ങളും അംഗീകാരങ്ങളും തളർച്ചയും വളർച്ചയും എല്ലാം മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് ഇവർ കരുതുന്നില്ല. മറ്റുള്ളവരിൽ നിന്നുള്ള ലൈക്കുകളോ അംഗീകാരമോ പിന്തുടരുന്നതിന് പകരം അവർ സ്വയം സ്വീകാര്യതയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തങ്ങൾ ആരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മെനക്കെടാത്തവർ, സോഷ്യൽ മീഡിയയിൽ കുറച്ചു മാത്രം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നവർ. തങ്ങൾ ആരാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാകുമെന്ന് മനഃശാസ്ത്രജ്ഞൻ പറയുന്നു. പ്രവണതകളോ താരതമ്യങ്ങളോ സാമൂഹ്യ സമ്മർദ്ദങ്ങളോ അവരെ കാര്യമാക്കാറില്ല. പ്രകടനപരമായ കാണിക്കാത്ത ഒരിക്കലെങ്കിലും ഇൻട്രോവേർട്ടുകൾ എന്ന് നിങ്ങൾ വിളിച്ചിട്ടുള്ള ആ ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നുമുണ്ട്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ ഹൃദയം നോവുന്നുമുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളെ അറിയിക്കുന്നില്ലെന്ന് മാത്രം. അവർ സോഷ്യൽ മീഡിയയെ വെറുക്കുന്നു എന്നല്ല, കൂടെ ചേർന്ന് ബഹളം വയ്ക്കുന്നില്ല എന്നേയുള്ളൂ. ചില മനുഷ്യർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുമ്പോൾ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തും എന്ന ആശങ്കയുണ്ടാകും. തങ്ങളുടെ ഫോട്ടോക്കോ അഭിപ്രായങ്ങൾക്കോ ഒരു നെഗറ്റീവ് കമൻറ്റോ പരിഹാസമോ വന്നാൽ ഉറക്കം നഷ്ടപ്പെടുന്നവർ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ പിന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ മടി കാണിക്കും. താൻ പറയുന്നതും എഴുതുന്നതും എല്ലാം ശരിയാണോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ചെറിയ വിഭാഗമുണ്ട്. മാനസിക ഇടം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് മിക്കവരും അദൃശ്യരായി തുടരുന്നത്. ആ ശാന്തമായ ആത്മവിശ്വാസം പലപ്പോഴും ആന്തരിക സുരക്ഷയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ അംഗീകാരമില്ലാതെ തന്നെ അവരുടെ ആത്മവിശ്വാസം നിലനിൽക്കുന്നു. മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇത്തരം വ്യക്തികൾ ഡിജിറ്റൽ പ്രകടനത്തിനു പകരം യഥാർത്ഥ അനുഭവങ്ങളിൽ സമയം ചെലവഴിക്കുന്നു. ചിലർക്കത് നിഗൂഢമായി തോന്നിയെങ്കിലും അവർക്കിത് വെറുമൊരു ജീവിത രീതി മാത്രമാണ്. ലൈക്കുകൾ, കമൻറ്റുകൾ എന്നിവയിലൂടെയോ അല്ല, വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലൂടെയോ നേരിട്ടുള്ള ആശയവിനിമയത്തിലൂടെയോ ആണ് ബന്ധങ്ങൾ രൂപപ്പെടുന്നതെന്ന് അവർ കരുതുന്നു. സ്വകാര്യ ജീവിതത്തിൽ പൊതുജന ശ്രദ്ധയ്ക്കും ഇടയിൽ ബോധപൂർവമായ തടസ്സം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. എന്തൊക്കെ ആരോടൊക്കെ പങ്കിടണമെന്ന് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നു. അതിരുകൾ നിശ്ചയിക്കുന്നത് ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇത് ഓൺലൈനിൽ എങ്ങനെ കാണപ്പെടും എന്ന് സ്വയം ചോദിക്കുന്നതിനു പകരം
യഥാർത്ഥ ജീവിതത്തിൽ ഇത് എങ്ങനെ അനുഭവപ്പെടും എന്ന് സ്വയം അവർ ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തവർക്ക് പറയാൻ കഥകൾ ഇല്ലാഞ്ഞിട്ടല്ല. ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചൂട് ചായ ഊതിക്കുടിച്ച് നിങ്ങളോട് നേരിട്ട് പറയാനായിരിക്കും അവർക്കിഷ്ടം. സന്തോഷവും സങ്കടവും എല്ലാം പരസ്പരം കൈപിടിച്ച് അനുഭവിക്കാൻ ഇഷ്ടമുള്ളവർ. ബഹളങ്ങളിൽ നിന്ന് മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ചെയ്യട്ടെ. അവർ ഒന്നും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ജീവിതത്തിൽ നിറമില്ലാത്തവർ എന്ന് മുദ്ര കുത്താതിരിക്കാം. അവർ അവരുടെ ലോകത്താണ്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആൾക്കൂട്ടങ്ങളോട് വിളിച്ചു പറയുന്നില്ലെന്നേയുള്ളൂ. ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാത്ത ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരെ അരിശികർ എന്ന് വിധിക്കരുത്. അവർ അവരുടെ ജീവിതപാതയിലാണെന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെയൊരാളാണോ? അല്ലെങ്കിൽ ഈ സ്വഭാവമുള്ള ഒരാളെ നിങ്ങൾക്കറിയാമോ? അവരെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? കമൻറ്റിൽ ഷെയർ ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.